ത്യാഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു. കുടുംബജീവിതത്തിൽ സ്നേഹവും കരുണയും മാതൃകയാക്കി. അതിനാലാണ് നബിയുടെ ജീവിതം ഒരു പ്രസംഗമല്ലാത്തത്, അത് ഒരു മാതൃകയാണ്. ഇന്നത്തെ ലോകത്തോട് നബിയുടെ സന്ദേശം. ഇന്ന് ലോകം ശാസ്ത്രത്തിൽ മുന്നേറി, സാങ്കേതിക വിദ്യ വളർന്നു, മനുഷ്യൻ ചന്ദ്രനിലെത്തി, കൃത്രിമ ബുദ്ധി വരെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. പക്ഷേ ഒരു ചോദ്യം അവശേഷിക്കുന്നു: മനുഷ്യൻ കൂടുതൽ മനുഷ്യനായോ? ഇന്ന് നമുക്ക് വിവരങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ വിവേകം കുറയുന്നുണ്ടോ? ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്, പക്ഷേ അയൽ വീട്ടിലെ മനുഷ്യന്റെ വേദന അറിയാത്ത അവസ്ഥയാണോ? ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വീണ്ടും പ്രസക്തമാകുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളുടെ മാന്യത തകർക്കപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതിനെയാണ് പ്രവാചകൻ അംഗീകരിക്കുക? നമ്മുടെ ഭാഷയിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ വ്യാപാരത്തിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ. നബിദിനം ഒരു ദിവസം മാത്രം നബിയെ ഓർക്കാനുള്ള അവസരമാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അവസരമാകണം. ഒരു മനുഷ്യൻ വിശക്കുന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണം നൽകുക, ഒരു അനാഥന്റെ കൈപിടിക്കുക. നമുക്ക് അധികാരം ലഭിച്ചാൽ നീതി പാലിക്കുക, നമുക്ക് സമ്പത്ത് ലഭിച്ചാൽ പങ്കുവയ്ക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ നിന്ന് എത്രമാത്രം നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു? ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമുള്ളത് കാരുണ്യത്തിന്റെ ശബ്ദമാണ്, നീതിയുടെ ശബ്ദമാണ്. നബിയെ സ്നേഹിക്കുക മാത്രമല്ല, പഠിപ്പിച്ച നന്മകൾ ജീവിതത്തിൽ നടപ്പാക്കുകയും ചെയ്യാം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൗർണമി ചന്ദ്രൻ ഉദിച്ചു, വദഇൻ താഴ്വാരം താളീർത്തു, ശുക്രാൽ സന്തോഷം പൊഴിച്ചു, അന്ത്യനാ